മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് നമുക്കൊരു പോകുമ്പം കാണാം വലിയൊരു ക്ഷേത്ര പ്രവേശന കവാടമുണ്ട്. അതിൻ്റെ അരികിലായിട്ട് ഒരു വനദുർഗയുടെ അമ്പലമുണ്ട്. ഇവിടെ ക്ഷേത്രമായിട്ട് കെട്ടിയിട്ടില്ല എങ്കിലും നിത്യേന പൂജകൾ നടക്കാറുണ്ട്. ഏറ്റവും ആൾക്കാർ കൂടുതൽ വരുന്നത് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളായതിന് ശേഷം ഇവിടെ വന്ന് തൊട്ടിൽ സമർപ്പണം. തൊട്ടിലിപ്പം മുമ്പൊക്കെ അവിടെ വാങ്ങാൻ കിട്ടില്ലായിരുന്നു, ഇപ്പോൾ അവിടെ തന്നെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് വാങ്ങി അവിടെ കെട്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നല്ല പവർഫുള്ളാണ്. അതുമാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് ആഗ്രഹിക്കാം, അത് നടക്കുമെന്നാണ് പറയുന്നത്. അവിടെ നമ്പൂതിരിമാരല്ല പൂജ, അവിടുത്തെ ഗോത്ര വിഭാഗക്കാരാണ് പൂജ നടത്തുന്നത്. വനദുർഗയില്ലേ, അതിൻ്റേതായ രീതികളിലുള്ള ആചാരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ വരുന്ന സമയത്തെല്ലാം ഇവിടെ വരാറുണ്ട്. അവിടെ ഉച്ചയ്ക്കുള്ള ദർശനം കഴിഞ്ഞ് വൈകുന്നേരം എല്ലാവരും ഒന്ന് ഫ്രീ ആയപ്പോൾ അവിടെ നിന്ന് നടന്ന് വരാമെന്നുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ 2 കിലോമീറ്ററേ ഉള്ളൂ. അല്ലാന്നുള്ളവർക്ക് ഓട്ടോ കിട്ടും, ഓട്ടോയിൽ വരാം. ഈ കാണുന്നതെല്ലാം പഴയ തൊട്ടിലാണ്, ഇവിടെ വാരി കൂട്ടിയിട്ടിട്ടുണ്ട്. ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ അതൊക്കെ പൊട്ടിയത് കൊണ്ട് അവർ മാറ്റിയിട്ടിരിക്കുകയാണ്. ഇതുവഴി പോകുന്ന വണ്ടികളെല്ലാം ഇവിടെ നിർത്തി, കാറ് ബസ്സെല്ലാം ഇവിടെ നിർത്തി പൈസ നടക്കിട്ടിട്ടാണ് പോകുന്നത്. കാരണം ഈ അമ്മയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൂകാംബിക ക്ഷേത്രത്തിലോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നാണ് വിശ്വാസം. ഇവിടെയെല്ലാം പോകുന്ന വഴിക്ക് ചെറിയ ഇങ്ങനെ മരത്തിൻ്റെ സൈഡിലൊക്കെ ഒരിടത്ത് ഗണപതി വിഗ്രഹമായിരുന്നു. പക്ഷേ വൈകുന്നേരമാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ചെറിയ ഇരുട്ടിൻ്റെ ഇതുള്ളതുകൊണ്ട് നല്ലവണ്ണം കാണാൻ പറ്റുന്നില്ല, വീഡിയോയിലും വലിയ തെളിവില്ല. ഇവിടെ കോഴിയെ ഗുരുതി കൊടുക്കാറുണ്ട്. കോഴി കൊണ്ടുവന്നിട്ട് ആളുകൾ ദേവിക്ക്, അതാണ് ഈ അകത്തോട്ട് പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. പോയിട്ടില്ലാത്തവർ മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നവർ ഇവിടെ പോകണം. ഇത് നാഗരുടെയാണെന്ന് തോന്നുന്നു. അവിടെ കുറച്ച് ഹോളായിട്ട് കണ്ടായിരുന്നു. അവിടെ രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ പോയപ്പം 5-5:30 മണിയായി. ഇവിടെയാണ് കോഴിയൊക്കെ കുരുതി കൊടുക്കുന്നത്. ഉച്ച സമയത്തായിരുന്നു നല്ല കാണാമായിരുന്നു. ഇത് വീഡിയോ കുറച്ച് തെളിച്ചയില്ലായ്മയുണ്ട്. ഇവിടുന്ന് തൊഴുതിട്ട് പോകാനുള്ള സമയമായി. ഇങ്ങോട്ടൊന്ന് ഓട്ടോയിലാണ് ഞങ്ങൾ തിരിച്ച് നടന്നു പോയി സ്ഥലമെല്ലാം കാണാമല്ലോ, അങ്ങനെ ഒരു യാത്ര.